വാർത്തകൾ വിശദമായി. അപ്പസ്തോലിക യാത്രയുടെ 4ാം ഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ സിംഗപ്പൂരിലെത്തി. 11 ദിവസത്തെ അപ്പസ്തോലിക യാത്രയുടെ അവസാന ഘട്ടമാണിത്. സെപ്റ്റംബർ 9 മുതൽ 11 വരെയായിരുന്നു പാപ്പ ഈസ്റ്റ് തിമോറിലുണ്ടായിരുന്നത്. ചാങ്കി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:15-നാണ് പാപ്പ എത്തിയത്. വിമാനത്താവളത്തിൽ രാജ്യത്തിന്റെ അധികാരികൾ ചേർന്നാണ് മാർപ്പാപ്പയെ സ്വീകരിച്ചത്. തുടർന്ന് സെന്റ് ഫ്രാൻസിസ് സേവ്യർ റിട്രീറ്റ് സെന്ററിൽ ജസ്യൂട്ട് സഭാ അംഗങ്ങളുമായി പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. സിംഗപ്പൂരിലായിരിക്കുന്ന ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായും സിവിൽ സൊസൈറ്റി അംഗങ്ങളുമായും നയതന്ത്ര സേനാംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂരിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് 98% കത്തോലിക്കരുള്ള ചെറിയ ദ്വീപ് രാജ്യമായ ഈസ്റ്റ് ടിമോറിൽ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത് ഏകദേശം 6 ലക്ഷത്തിലേറെ കത്തോലിക്കരാണ്. തീരപ്രദേശമായ ടാസിറ്റോളുവിലെ തുറന്ന വേദിയിലായിരുന്നു കുർബാനയർപ്പണം. കടുത്ത വെയിലിനെയും ചൂടിനെയും അവഗണിച്ചാണ് ജനലക്ഷങ്ങൾ പാപ്പയെ ഒരു നോക്ക് കാണാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുമായി എത്തിയത്. സെപ്റ്റംബർ 9 മുതൽ 11 വരെയായിരുന്നു പാപ്പ ഈസ്റ്റ് തിമോറിൽ ഉണ്ടായിരുന്നത്. ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായ ഈസ്റ്റ് തിമോറിലെ ജനങ്ങൾക്ക് ആത്മീയ ഉണർവും ഭൗതികമായ നിരവധി സമ്മാനങ്ങളും നൽകിയാണ് പരിശുദ്ധ പിതാവ് സമ്പന്ന രാജ്യമായ സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചത്.